ഒന്നുമില്ലായ്മയിൽ നിന്ന് താരസിംഹാസനം വെട്ടിപ്പിടിച്ച നടിയാണ് സിൽക്ക് സ്മിത. ആന്ധ്രാപ്രദേശിലെ എല്ലൂർ എന്ന കുഗ്രാമത്തിൽ ജനിച്ച വിജയലക്ഷ്മിയാണ് തമിഴരെ ഇളക്കിമറിച്ച്, തെന്നിന്ത്യയെ ഇളക്കിമറിച്ച് സിൽക്ക് സ്മിതയായി മാറിയത്. സിൽക്ക് സ്മിതയുടെ ക്യാബറെ ഡാൻസിന് ഇന്നത് ഐറ്റം നമ്പർ ഡാൻസാണ്, അന്നത് ക്യാബറെ ഡാൻസാണ്. ആ ക്യാബറെ ഡാൻസിന് പൊന്നിൻ്റെ വിലയുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് മാതക നടികളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് സിൽക്ക് സ്മിതയായിരുന്നു. സിൽക്ക് സ്മിതയ്ക്ക് അഹങ്കാരമുണ്ടായിരുന്നു. ഒരിക്കൽ ശിവാജി ഗണേശൻ സിൽക്ക് സ്മിത അഭിനയിക്കുന്ന സിനിമയുടെ സെറ്റിൽ വന്നു. എല്ലാവരും ശിവാജിയെ കണ്ട് എണീറ്റു. സിൽക്ക് മാത്രം എണീറ്റില്ല. സിൽക്ക് എണീക്കാത്തത് വലിയ വിവാദമായി മാറി. അതിനെക്കുറിച്ച് സിൽക്ക് സ്മിത പിന്നീട് പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തെ കണ്ട് എണീക്കേണ്ട കാര്യം ഇല്ല എന്നായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണ്. അതാണ് സിൽക്ക് സ്മിതയുടെ പ്രത്യേകത. ആരെയും കൂസാത്ത പ്രകൃതം. സിൽക്ക് സ്മിതയും രാധയും തമ്മിലുള്ള ഒരു കസേര കളിയുടെ രസകരമായ കഥയാണ് സിനിമാ കേരള പ്രേക്ഷകരോട് പറയുന്നത്. അക്കാലത്ത് ഓരോ നടന്മാർക്കും നടിമാർക്കും പ്രത്യേക കസേര ഉണ്ടായിരുന്നു. രാധ നായികയായ ഒരു ചിത്രത്തിൽ സിൽക്ക് സ്മിതയും ഉണ്ടായിരുന്നു. അലൈകൾ ഒയ്വതില്ലേ എന്ന ഭാരതി രാജ ചിത്രത്തിലൂടെയാണ് രാധ തെന്നിന്ത്യയിൽ തുടക്കം കുറിക്കുന്നത്. രാധ വരുന്നത് കല്ലറ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. അംബികയുടെ അനുജത്തി രാധ പിന്നീട് തെന്നിന്ത്യയിലെ മാതക നടിയായി, സൂപ്പർ നടിയായി മാറി. രാധയ്ക്ക് ഒരു കസേര, സിൽക്ക് സ്മിതയ്ക്ക് ഒരു കസേര. അതായിരുന്നു അന്നത്തെ ഒരു രീതി. നടന്മാർക്ക് പ്രത്യേക കസേര. ആ കസേരയിൽ മറ്റൊരാൾ ഇരിക്കാൻ പാടില്ല. അത് തമിഴ് സിനിമയുടെ അലിഖിത നിയമമായിരുന്നു. സിൽക്ക് സ്മിത എന്തോ ഒരു കാര്യത്തിന് പുറത്തേക്ക് പോയി. രാധ പലരുമായും സംസാരിച്ച ശേഷം സിൽക്ക് സ്മിതയുടെ കസേരയിൽ കയറി ഇരുന്നു. സിൽക്ക് സ്മിത തിരിച്ചു വന്നപ്പോൾ രാധ തൻ്റെ കസേരയിൽ ഇരിക്കുന്നു. എണീറ്റ് മാറാൻ സിൽക്ക് സ്മിത പറഞ്ഞു. രാധ കേട്ടില്ല. ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. സിൽക്ക് സ്മിത പടം നിർത്തി ആ പടത്തിൽ അഭിനയിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. സംവിധായകൻ കുഴങ്ങി. കാരണം രാധയ്ക്കൊപ്പം തന്നെ സിൽക്ക് സ്മിതയുടെ ഐറ്റം നമ്പർ ഡാൻസിനും വിലയുണ്ട് അക്കാലത്ത് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ സിൽക്ക് സ്മിത പടങ്ങിയാൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയും. സിൽക്ക് സ്മിതയെ വെച്ചുകൂടിയാണ് രാധയുടെ പടം മാർക്കറ്റ് ചെയ്യുന്നത് എന്നുകൂടി ആലോചിക്കണം. സിൽക്ക് സ്മിതയ്ക്ക് പകരം മറ്റൊരു നടിയെ കൊണ്ടുവരാൻ സംവിധായകന് കഴിയില്ല. അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു സിൽക്ക് സ്മിതയ്ക്ക്. എന്തായാലും സിൽക്ക് സ്മിത കർശനമായ നിലപാടെടുത്തു. രാധ കസേരയിൽ നിന്ന് എണീക്കണം. ഇരുവരും തമ്മിൽ വാക്കേറ്റമായി, കയ്യാങ്കളിയുടെ വക്കിലെത്തി. ഒടുവിൽ സംവിധായകൻ ഇടപെട്ട് ഇരുവരെയും സമാശ്വസിപ്പിച്ചു. രാധ സിൽക്ക് സ്മിതയുടെ കസേരയിൽ നിന്ന് മാറി തൻ്റെ കസേരയിൽ ചേർന്നിരുന്നു. അതിനുശേഷം ഇരുവരും പിണക്കമായിരുന്നു. പിന്നീട് രാധയുടെ സിനിമകളിൽ നിന്ന് സിൽക്ക് സ്മിതയെ ഒഴിവാക്കാൻ രാധ ശ്രമിച്ചു. അതൊക്കെ തമിഴ്നാട്ടിലെ പിന്നാമ്പുറ കഥകൾ. രാധ പരമാവധി തൻ്റെ സിനിമകളിൽ സിൽക്ക് സ്മിതയെ ഉൾക്കൊള്ളിച്ചില്ല. പകരം കുയിലി, ഡിസ്കോ ശാന്തി തുടങ്ങിയവരെ ഉയർത്തിക്കൊണ്ടുവന്നു രാധ സൂപ്പർ നടിയായി. സിൽക്ക് സ്മിത ദുരന്ത കഥാപാത്രമായി മാറി. തൻ്റെ സ്വത്തെല്ലാം കാമുകന് കൊടുത്ത, ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന ഫ്രോഡായ കാമുകന് കൊടുത്ത സിൽക്ക് സ്മിത തകർന്ന് തരിപ്പണമായി മാറി. സിൽക്ക് സ്മിതയുടെ ജീവിതം അവസാനിച്ചു. ഒരു ആത്മഹത്യയായി. സിൽക്ക് സ്മിത മരിച്ചപ്പോൾ തമിഴ് സിനിമയിലുള്ള എല്ലാവരും എത്തി. രാധ മാത്രം എത്തിയില്ല. പഴയ വൈരാഗ്യം രാധയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് തമിഴ്നാട്ടിലെ അന്നുണ്ടായ സംസാരം. ഇതുപോലുള്ള രസകരമായ സംഭവ വികാസങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമൊന്നുമല്ല. പക്ഷേ അന്നത്തെ കാലത്ത് സിൽക്ക് സ്മിതയും രാധയ്ക്കും തുല്യ പ്രാധാന്യം സംവിധായകർ നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഐറ്റം നമ്പർ ഡാൻസാണ്. ക്യാബറ ഡാൻസിൻ്റെ കാലമൊക്കെ പോയി. ഡിസ്കോ ഡാൻസിൻ്റെ കാലമൊക്കെ പോയി. ഐറ്റം നമ്പർ ഡാൻസിൻ്റെ ഒരു കാലമാണ്. ഇന്ന് സൂപ്പർ നടിമാർ തന്നെ ഐറ്റം നമ്പർ ഡാൻസുമായി എത്തുന്ന കാഴ്ച നമുക്ക് കാണാം. തമന്നയും
തൃഷയും നയൻതാരയും ഒക്കെ ഐറ്റം നമ്പർ ഡാൻസുമായി എത്തും. അന്ന് നായിക നടിമാർ വലുതായിട്ട് ഐറ്റം നമ്പർ ഡാൻസ്, ക്യാബറ ഡാൻസ് ചെയ്യില്ലായിരുന്നു. അന്നത്തെ ക്യാബറ ഡാൻസിന് പ്രത്യേക ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായിരുന്നത് സിൽക്ക് സ്മിതയ്ക്കായിരുന്നു. അവരുടെ ഡേറ്റിന് പൊന്നിൻ്റെ വിലയായിരുന്നു.